ഓർമ്മകളിലൂടെ നമ്മുടെ കുട്ടിക്കാലത്തിലേക്കും അന്നത്തെ ജീവിത പരിസ്ഥിതികളിലേക്കും ഒരു മടക്കയാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു വികാരമാണ് ഗൃഹാതുരത്വം എന്ന് പറയും. ഈ ഗൃഹാതുരത്വം എന്ന് പറയുന്നത് ഒരുതരം ആതുരത്വമാണ് എന്ന വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു രോഗാവസ്ഥയാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വം ഇല്ലെങ്കിൽ മനസ്സിന് ആരോഗ്യമില്ല. മനസ്സിൻ്റെ ഒരു നല്ല മനസ്സിൻ്റെ അല്ലെങ്കിൽ അരോഗമായ ഒരു മനസ്സിൻ്റെ ഒരു സ്വഭാവവിശേഷമാണ് ഗൃഹാതുരത്വം ഉണ്ടാവുക എന്നത്. അപ്പോൾ ഈ രോഗം അരോഗാവസ്ഥ എന്ന് പറയുന്നത് തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ലേ എന്ന് ചോദിക്കാം. ആ വൈരുദ്ധ്യം അത് നമുക്ക് തോന്നുന്നത് മാത്രമാണ്. ഈ പണ്ടത്തെയും പിന്നത്തെയും ഓർമ്മ വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മലയാളത്തിൽ ഒരു ചലച്ചിത്രത്തിൻ്റെ പേര് തന്നെ ഓർമ്മകളുണ്ടായിരിക്കണം എന്നാണ്. ഈ ഓർമ്മകളില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് ഏറ്റവും വലിയ ആതുരത്വം, ഏറ്റവും വലിയ രോഗം. അതായത് മനുഷ്യന് തന്നെ ഉണ്ടാകാവുന്ന രോഗങ്ങളിൽ വെച്ച് ഏറ്റവും ഭീകരമായ രോഗം ഏത് എന്ന് ചോദിച്ചാൽ പലരും പറയും അത് ക്യാൻസറാണ്, അർബുദം. പിന്നെ ഇപ്പോൾ എയ്ഡ്സ് എന്നൊക്കെ പറയും. എൻ്റെ അഭിപ്രായത്തിൽ അൽഷൈമേഴ്സ് എന്ന് പറയുന്ന രോഗമാണ് ഏറ്റവും വലിയ രോഗം, മറവി രോഗം. ഇന്നലെ എങ്ങനെയായിരുന്നു, നിങ്ങളെങ്ങനെ ഇങ്ങനെയായി, ഈ രാജ്യം എങ്ങനെയുണ്ടായി, ഈ വീടെങ്ങനെയുണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറന്നു പോവുക. നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഏതാണ് എന്ന് നടക്കാനിറങ്ങുന്നയാൾ മറന്നു പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഒരാൾ അയാളുടെ വീട്ടിൻ്റെ കതകുകളെല്ലാം തുറന്നിട്ട്, ജനലുകളെല്ലാം തുറന്നിട്ട്, അയാളുടെ ഏറ്റവും വിലപ്പെട്ട വസ്തുവകകളെല്ലാം അവിടെ ഇരിക്കെ തന്നെ കിടന്നുറങ്ങിയെന്ന് വരും. അവിടെ വന്നു കയറുന്ന കള്ളനെ നോക്കി ആരാ എന്താണെന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചെന്ന് വരും. സുഖമായിട്ടെല്ലാം മോഷണം പോകും. ആ ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. അതായത് നാം എങ്ങനെ ഈ ഇന്ത്യ എങ്ങനെ ഇന്ത്യയായി, എങ്ങനെ സ്വതന്ത്ര ഇന്ത്യയായി. മഹാത്മാഗാന്ധി വെറും ഈ ഉപ്പ് എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റേതായിരിക്കുന്ന ഒരു വലിയ ഒരു യജ്ഞം നടത്തി. ഉപ്പരായുധമായി. ഇതൊക്കെ എങ്ങനെയാണെന്നറിയാത്ത ഒരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നു. ആ വളർന്നു വരുന്ന തലമുറ, ഗൃഹാതുരത്വമില്ലാത്ത തലമുറ, ഈ വന്നു കയറുന്നവന്, അധിനിവേശക്കാരന് എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുക്കുന്നു, അവരെ സ്വീകരിക്കുന്നു. അതിഥി ദേവോ ഭവ എന്ന് പണ്ട് ആരോ പറഞ്ഞതുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുന്നു. അവർ വരുന്നു, അവർ വന്നിട്ട് ഇവിടെ നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ഈ അവസ്ഥ വരാതിരിക്കാനാണ് ഗൃഹാതുരത്വം വേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എനിക്ക് കുറേ ഗൃഹാതുരത്വം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ 2 ആഴ്ച മുമ്പ് കൂടി ഞാൻ എൻ്റെ ഗ്രാമത്തിൽ പോയി. എൻ്റെ സ്വന്തം നാട്ടിൻപുറത്തിൽ. ഞാൻ ജനിച്ചത് ചവറയിലാണ്. കൊല്ലത്തിന് ഏതാനും കിലോമീറ്റർ വടക്ക് വശത്തുള്ള ലോഹമണൽ വ്യവസായത്തിന് പ്രസിദ്ധി കേട്ട ആ ചവറ. ഇപ്പോഴവിടെ കരിമണൽ ഖനനത്തെ പറ്റിയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ചവറയിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലേക്ക് വയലുകളുടെ വരമ്പിലൂടെയും ചെറിയ പാതകളിലൂടെയും പിന്നെ ഇന്നത്തെ മാതിരി താറിടാത്തതായ ചെമ്മൺ പാതകളിലൂടെയും ഒക്കെ നടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നു. ഇരുഭാഗത്തും പച്ച നെല്ലോലകളിൽ കാറ്റ് വന്നിങ്ങനെ അലയ്ക്കുമ്പോൾ ഒരു പച്ച സമുദ്രം പോലെ തന്നെ തിരയിളകുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് നടക്കുക. അതുപോലെ തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ഓണക്കാലത്തും തിരുവാതിരക്കാലത്തും എന്നുവെച്ചാൽ നേരിയ ഒരു കുളിരിൻ്റെ കാലത്തുമൊക്കെ അതിന് ഓരോരോ വ്യത്യസ്ത ഭംഗികളുണ്ടാകുന്നു. ആ ഭംഗികൾ നോക്കി നോക്കി അങ്ങനെ നടന്നു പോകുന്നു. ഞാൻ സ്വതേ വലിയ കൂട്ടുകാരൊന്നുമില്ലാതെ ഒറ്റയാനായിട്ട് നടന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോകുന്നു. അങ്ങനെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലം, സ്വാതന്ത്ര്യം എന്നൊരു ലക്ഷ്യം കൊച്ചുകുട്ടികളുടെ പോലും മനസ്സിലുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ നേതാവായിട്ട് ഒരു മഹാത്മാഗാന്ധിയെ ഏതാണ്ടൊരു വളരെ വലിയ ഒരാദരവോടുകൂടി മനസ്സിൽ ഒരു വിഗ്രഹം പോലെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലം, ആ കാലത്തിന് അന്ന് ഇന്ത്യ അടിമയായിരുന്നുവെങ്കിൽ പോലും മനസ്സിൽ സ്വാതന്ത്ര്യം ബോധമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യ ദാഹമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യ ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ദാഹവും മോഹവും ലക്ഷ്യവും അവബോധവും എല്ലാം കലർന്ന ആ കാലത്തെപ്പറ്റി ഇന്ന്
ഇതൊക്കെ പ്രായേണ നഷ്ടപ്പെട്ട ഇന്ന് സ്വാഭാവികമായും മടങ്ങിച്ചെന്ന് അത് എല്ലാം ഓർത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം, ഗൃഹാതുരത്വം, അതില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഇതാണ് ഞാൻ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ഗൃഹാതുരത്വം എന്ന് പറയുന്നത് കവിതയിലും സ്വാഭാവികമായിട്ടും വരും. ഞാൻ ആദ്യമായിട്ട് എഴുതി സാക്ഷാൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിക്ക് അയച്ചു കൊടുത്ത ഒരു കവിത, അദ്ദേഹം മംഗളോദയത്തിൻ്റെ എഡിറ്ററായിരുന്നു അന്ന് തൃശ്ശൂർ. അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത ഒരു കവിത, അദ്ദേഹം എഡിറ്റ് ചെയ്യുന്ന ഒരു പത്രമാണെന്നറിയാം, വായനശാലയിൽ അതിൻ്റെ പ്രതി കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. മംഗളോദയം ഒരു കവിത അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ വെട്ടം വീഴുമ്പോൾ എന്നായിരുന്നു കവിതയുടെ പേര്. ഒരു സാധാരണ കവിത, അതിൽ കവിഞ്ഞ് ഒന്നും അവകാശപ്പെടാൻ അതിലുണ്ടെന്ന് തോന്നില്ല. പക്ഷേ മേലേ കിഴക്കേ മാനത്തെന്തൊരു ശേലായി കാണുന്ന വെള്ളിമാല എന്നിങ്ങനെ തുടങ്ങുന്ന ഒന്നൊന്നായിട്ടൊരായിരം ഇതളൊന്നിച്ചു മഞ്ഞപ്പട്ടുപോലെ എന്നൊക്കെ ഇങ്ങനെ ഒരു പ്രഭാതത്തെ വർണ്ണിക്കുകയാണ്. എന്നിട്ട് ഒരു കീഴാളൻ്റെ മനസ്സിൽ കൂടിയാണ് ആ വിചാരങ്ങൾ വരുന്നത്. ഈ ഭംഗിയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്കിവിടെ നേരം, അങ്ങനെ പോണം വേലയ്ക്കു നേരത്തെ എന്ന് പറഞ്ഞ് അവനങ്ങ് പോകുന്നു. അങ്ങനെ ഒരു കൊച്ചു കവിത. ഈ കവിത ഞാൻ അയച്ചു കൊടുത്തു. അന്ന് കവിത അയച്ചു കൊടുത്താൽ അത് പ്രസിദ്ധീകരിച്ച് വരുമെന്നോ ഒന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ അത് മംഗളോദയം മാസികയിൽ, വലിയ വലിയ ആളുകൾ എഴുതുന്ന മംഗളോദയം മാസികയിൽ, ചങ്ങമ്പുഴയും പി സി കുട്ടികൃഷ്ണനുമൊക്കെ അസിസ്റ്റൻ്റ് എഡിറ്റർമാരായിരിക്കുന്ന മംഗളോദയം മാസികയിൽ അത് എൻ്റെ പേരിൽ അച്ചടിച്ചു എന്ന് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ആഹ്ലാദം പിന്നീട് ഒരു അവാർഡ് കിട്ടിയപ്പോൾ പോലും അത്രയും തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നീട് വളരെ കാലം കഴിഞ്ഞാണ് മുണ്ടശ്ശേരി മാഷെ കാണുന്നത്. അങ്ങനെ മുണ്ടശ്ശേരി മാഷെ കാണുമ്പോൾ അന്ന് ഈ കവിത അയച്ചതും അതിനോടൊപ്പം മുണ്ടശ്ശേരി മാഷയുടെ ഒരു കാർഡും വന്നു, കവിത ചേർത്തിട്ടുണ്ട്, ഇനിയും എഴുതണം എന്ന് പറഞ്ഞു. അത് കിട്ടിയപ്പോഴുണ്ടാകുന്ന ഒരു പ്രോത്സാഹനം. വളരെ കാലത്തിന് ശേഷം മുണ്ടശ്ശേരി മാഷെ കണ്ടപ്പോൾ ഇത് സംസാര വിഷയമായി. അന്നത്തെ കുട്ടി പിന്നീട് വളർന്നു. മാഷ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അന്ന് ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് രക്തസാക്ഷിത്വം വരിച്ചു പുറത്തു വന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പല സ്ഥലത്തും സഞ്ചരിച്ചു. പലതും പഴയ കഥകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞാനാണ് ആ കവിത എടുത്തു കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഈ കവിതയിലൂടെ നമ്മുടെ കവികൾ ഭാഷയെ കളവ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ കഠിന സംസ്കൃത പദങ്ങൾ ആവശ്യമില്ലാത്തടത്ത് തന്നെ കഠിന സംസ്കൃത പദങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാനന്ന് മലയാളം MA-ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീലാതിലകം എന്ന് പറഞ്ഞ് പഠിക്കാനുള്ള ഒരു പഴയ കൃതിയുണ്ട്. ഒരു പ്രാചീന മണിപ്രവാള സാഹിത്യത്തിൻ്റെ അലങ്കാരശാസ്ത്രവും വ്യാകരണ തത്വമൊക്കെ ഉള്ള ഒരു കൃതിയാണ്. അതിലൊരിടത്ത് പറയുന്നു, ഈ സംസ്കൃത പ്രാഭവം എന്ന് പറഞ്ഞാൽ ശരിയായ സംസ്കൃതമല്ല, സംസ്കൃതം വന്ന് മലയാളത്തിൻ്റെ ഈ തലയ്ക്ക് മീതെ ഇരിക്കുന്ന ഒരു കാലം. അന്ന് അതിൽ ഒരിടത്ത് ഈ എഴുതിയ ഗ്രന്ഥകാരൻ പറയുന്നു, പല്ല് എന്ന് പറഞ്ഞാൽ ഗ്രാമ്യമായ ദോഷത്തോട് കൂടിയതാണല്ലോ പല്ല്. ദന്തം എന്ന് പറഞ്ഞാൽ നല്ല വാക്ക്. അപ്പോൾ നമ്മൾ ദന്തചൂർണമെന്നും ഒക്കെ പറയാറുണ്ടെങ്കിലും ഈ പല്ല് എന്ന് പറയുന്ന വാക്ക് മോശമാണോ? അപ്പോൾ ഈ നല്ല മലയാള വാക്കുകൾ, പച്ച മലയാള വാക്കുകൾ, അത് മനോഹരമായ നമ്മുടെ നാടൻ ശൈലികൾ, നാടൻ വായ്ത്താരികൾ, നാടൻ ചൊല്ലുകൾ, നാടൻ ശീലുകൾ, ഇതൊക്കെ തന്നെ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മളുടെ വലിയൊരളവിൽ പ്രമേയത്തിനനുസരിച്ച് ആശാനും വള്ളത്തോളും ഒക്കെ തന്നെ കവിതയെ കളവ് പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് ഒരു പുതിയ ഒരു ഭാഷ തന്നെ ഉണ്ടാക്കി. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ പറന്നമ്മേ, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുപുലയൻ. അതേമാതിരി തന്നെ മലയാള ഭാഷയെ അതിമനോഹരമായിരിക്കുന്ന അതിൻ്റെ സൗന്ദര്യത്തെ ഇങ്ങനെ ഉന്മീലനം ചെയ്യുന്ന, ഇതഴ്പടർത്തി കാണിക്കുന്ന വള്ളത്തോളിൻ്റെ കവിതകൾ ഇതൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല വന്നത്. പറയുന്നു മാതേവൻ ഈ ഞാലിപ്പൂവൻ്റെ പഴമെത്ര സ്വാദുള്ളതായിരിക്കും, സ്വാദല്ല സ്വാദുള്ളതായിരിക്കും, കാരണം കൊച്ചു കുട്ടികൾ അങ്ങനെയാണ് പറയുന്നത്. ഇതിനെ എപ്പോഴും വളരെയധികം പ്രശംസിക്കുകയും ഇതിൻ്റെ ഭാഗത്ത് നിന്നിരുന്ന ഒരാളാണ് മുണ്ടശ്ശേരി മാഷ്. അപ്പോൾ മാഷ് പറഞ്ഞു തൻ്റെ കവിതയിൽ ആ നാടൻ രീതിയും ആ നാടൻ ശൈലിയും, ദൂരെ കിഴക്കേ മാനത്തെന്തൊരു ചേലായി കാണുന്ന വെള്ളിമല, അങ്ങനെ കണ്ടൊന്ന് വെള്ളമിറക്കാതല്ലാതുണ്ടോ നമുക്ക് വല്ല ഫലമൊന്നും, അങ്ങനെയൊക്കെയാണ് ആ വരികൾ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് തുടരണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്.
അതിൻ്റെ ഒരു 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 പരിണത ഫലമായിട്ടാണ് അദ്ദേഹം എൻ്റെ ദാഹിക്കുന്ന പാനപാത്രത്തിന് അവതാരി എഴുതിയപ്പോൾ ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാളും നീ എങ്ങ് പോയി എന്ന് അതിനകത്ത് ഒരു കവിതയുണ്ട്, ഇത്തിരി പൂവ്. അത് ആരുടെയോ ബാലകൃതിയിൽ ഇത്ര നാൾ നീ എങ്ങ് പോയി, ആ ഇത്ര എന്നുള്ളത് ഇത്രാന്നാക്കി മാറ്റിയതിന് മാഷ് ക്ഷോഭം വന്നു. എന്നിട്ട് അതിനെ മാറ്റി ആ മലയാണ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ആയുസ്സിൻ്റെ ഫലം ചെയ്തു എന്നൊക്കെ അദ്ദേഹം അന്ന് എഴുതി. അത് പലരും വളരെ അർഹിക്കാത്തതായൊരു പ്രശംസ എനിക്ക് തന്നു എന്ന തരത്തിൽ അത് എടുക്കുകയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യം കൊണ്ട് അദ്ദേഹം ശിഷ്യതുല്യനായിരിക്കുന്ന എന്നെ പ്രോത്സാഹിപ്പിച്ചതാണ് എന്നൊക്കെ പറയുകയുണ്ടായി. എന്തായാലും അദ്ദേഹം പറഞ്ഞതിൻ്റെ പിന്നിൽ ഇത്രയാണ് ഉണ്ടായിരുന്നത്. ഈ നാടൻ ശീലുകൾക്കും നാടൻ ചൊല്ലുകൾക്കും നമ്മുടെ ഈ മുറ്റത്ത് കുരുത്തു നിൽക്കുന്ന കറുകപ്പുല്ല് പോലെ, മുക്കുറ്റിപ്പൂ പോലെ, അല്ലെങ്കിൽ ഈ പ്ലാവിൻ്റെ ഇലകൾ പോലെ, അല്ലെങ്കിൽ ഈ പച്ചപോലയുടെ തുമ്പ് കാറ്റിലാടുന്നത് പോലെയൊക്കെയുള്ളൊരു ഭംഗി ആവിഷ്കരിക്കുന്നതായ ഈ നല്ല മലയാള ശൈലിയെ വളർത്തിക്കൊണ്ട് വരണം എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം അത് വളർത്തുന്ന ഞങ്ങളിൽ പലരെയും അദ്ദേഹം പ്രശംസിച്ചത്. അതിൽ കവിഞ്ഞൊന്നുമില്ല എന്നർത്ഥം, അതിൽ കുറഞ്ഞൊന്നുമില്ല. എന്തായാലും പിന്നീട് എനിക്കത് ഏറ്റവും കൂടുതൽ എൻ്റെ കാവ്യ രചനയിൽ എന്നും പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ ഗാനരചനയിലും എനിക്കത് കൊണ്ടുപോകാൻ വന്നത് ആദ്യമായി ഈ KPSCക്ക് വേണ്ടി പാട്ടുകൾ എഴുതുമ്പോഴാണ്. അന്നാണ് വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ, വരിനെല്ലിൻ ചുണ്ടിലെ കിരുവിര പുന്നാരം പകരുവാൻ ഓടിവാ കാറ്റേവ എന്നൊക്കെ പാട്ട് എഴുതാൻ സാധിച്ചു. അങ്ങനെ കരുമാടിക്കുട്ടന്മാർ കൊതിതുള്ളും തോപ്പിലെ ഒരു കനി വീഴ്ത്തുവാൻ കാറ്റേവ. ഈ കരുമാടിക്കുട്ടന്മാർ സത്യത്തിൽ ചങ്ങാമ്പുഴയുടെ നിന്ന് കിട്ടിയതാണ്. ആ കരുമാടിക്കുട്ടന്മാർ മല്ലടിക്കുമെന്ന് വാഴയുടെ ചോട്ടിൽ നിന്ന് ആ കുല നോക്കി കറുത്ത കുട്ടികൾ മല്ലടിക്കുന്നതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വാക്കാണ് കരുമാടിക്കുട്ടന്മാർ. അതിനെപ്പറ്റി മറ്റൊരു നിരൂപകനായ പ്രൊഫസർ ഗുപ്തൻ നായർ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, കൃഷ്ണശില പോലെയുള്ള കുട്ടികൾ എന്നെഴുതിയാൽ ആ ഭംഗി കിട്ടുമോ എന്ന്. കരുമാടിക്കുട്ടൻ എന്ന് പറയുന്നതിൻ്റെ ഭംഗി കിട്ടില്ല. അതുപോലെ ബുദ്ധൻ്റെ ഒരു പ്രതിമ കരുനാഗപ്പള്ളിൽ അവിടെ റോഡിൻ്റെ പക്കത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാളുകൾ പറഞ്ഞിരുന്നത് കരുമാടിക്കുട്ടൻ എന്നാണ്, കാരണം ഒരു കറുത്ത പ്രതിമയാണ്. അങ്ങനെ അതുകൊണ്ട് കൃഷ്ണശില എന്ന വാക്ക് പ്രയോഗിച്ചുകൂടാ എന്നുമില്ല. ആവശ്യമായി വരുമ്പോൾ അതും പ്രയോഗിക്കാം. ഇങ്ങനെ നമ്മുടെ വാക്കുകളിൽ, ചൊല്ലുകളിൽ, മൊഴികളിൽ, ശീലുകളിലെല്ലാം തന്നെ കേരളീയത എന്ന് പറയുന്നതിന് അതിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുകയും ഒപ്പം കേരളീയ ജീവിതത്തോട്, കേരളീയ സമകാലിക ജീവിതത്തോട് പ്രതികരിക്കുകയും ചെയ്യുന്ന കവിത എഴുതുകയാണ് വേണ്ടത് എന്ന് ഒരു അവബോധം മനസ്സിലുണ്ടായി. അങ്ങനെ കുറേ കവിതകളൊക്കെ എഴുതി. ആദ്യകാലത്തെ ആ കവിതകളിൽ ഈ ജീവിതത്തോട് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ, ജീവിതത്തോടുള്ള നമ്മളുടെ പ്രതിസ്പന്ദനം എന്ന് പറയുമ്പോഴും ജീവിതത്തെ മനസ്സിലാക്കുന്നതിലും ഒരു വൈദഗ്ധ്യം വേണം. അത്ര വലിയ വൈദഗ്ധ്യമൊന്നും ആർജിച്ചിട്ടില്ലാത്ത കാലമാണ്. നമ്മുടെ മുമ്പിൽ കാണുന്നത് എടുക്കുന്നു. ഉദാഹരണമായിട്ട് എൻ്റെ നാട്ടിൽ ചവറയിൽ ഞാൻ അവിടുത്തെ കരിമൺ തൊഴിലാളികളെ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ട്. അവർ കാലത്ത് ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വേഷവും രീതിയല്ല തിരിച്ചു വരുമ്പോൾ ശരീരത്തിൽ മുഴുവൻ ഈ കറുത്ത മണൽത്തിരികൾ കൊണ്ട് ഒരു കോട്ടിങ് ഉണ്ടാവും. മറ്റൊരു വസ്ത്രം പോലെയാണ് കറുത്ത ഇത്. അവർ കുറേ കാലം അവിടെ ജോലി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഈ പ്രത്യേകിച്ച് മാസ്കോ അല്ലെങ്കിൽ ഈ മിനറൽസ് വേർതിരിക്കുന്നതിന് അവസരത്തിൽ മാസ്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ശ്വാസകോശത്തിലേക്ക് വളരെ നേർത്ത ഈ തരികൾ ചെന്ന് അടിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ശ്വാസം മുട്ടുണ്ടായി. അങ്ങനെ ഓരോ തരം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് അവർ ചുമയ്ക്കും, കുരയ്ക്കും, അങ്ങനെ മരിക്കും. അതിന് മണ്ണാപ്പീസിൽ ജോലിക്ക് പോയി വായി മണ്ണടിഞ്ഞു എന്നൊക്കെ അവിടുത്തെ മുത്തശ്ശിമാർ പറയും. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു അന്തം കുറിക്കാൻ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയുടെ വളരെ ഒരു കന്യാവിശുദ്ധമായ മനസ്സിൽ, മെഴുകുപ്രായത്തിലുള്ള ഒരു മനസ്സിൽ ചില തോന്നലുകളുണ്ട്. അങ്ങനെ തോന്നുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ആ പാലത്തിൻ്റെ ചുവട്ടിലെ ഒരു ചീലാന്തി മരത്തിൻ്റെ, ഒരു പൂവരശ മരത്തിൻ്റെ ചുവട്ടിലാണെന്ന് ആർ സുഗതനും കണ്ണന്തോട് ജനാർദ്ദനൻ നായരും എൻ ശ്രീകണ്ഠൻ നായരും അതുപോലെ അവിടുത്തെ പഴയ കുറേ ഈ തൊഴിലാളി നേതാക്കളായിട്ടുള്ളവരും നാട്ടുകാരും എല്ലാ ചില പ്രമാണികളും ഒക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിലൊക്കെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു സംഗതിയാണ്
ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രം, കിട്ടാനോ ഒരു സ്വർഗം എന്ന്. അങ്ങനെ ഒരു സ്വർഗം കിട്ടാൻ വേണ്ടി ഒന്നിച്ചു നിന്ന് സമരം ചെയ്ത് ഈ സ്വന്തം കൈവിലങ്ങുകൾ നഷ്ടപ്പെടുന്നതായ ഒരു യുഗം, അത് സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയുടെ മനസ്സിനെ വളരെ ആകർഷിക്കും. അങ്ങനെയാണ് ഈ ഇടതുപക്ഷ ചിന്തയോടല്ല, ശരിക്കും പറയുകയാണെങ്കിൽ വിപ്ലവ ചിന്തയോടൊക്കെ തന്നെ വളരെ ആഭിമുഖ്യം തോന്നിയത്. ആ ആഭിമുഖ്യം ഒരു അസംസ്കൃതമായ ഒരു മനസ്സിൻ്റെ, അല്ലെങ്കിൽ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ചിന്തിച്ചൊന്നും വളർന്നിട്ടില്ലാത്ത ഒരു മനസ്സിൻ്റെ ആ കേവലമായിരിക്കുന്ന ഒരു 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 കൗമാരസഹജമായിരിക്കുന്ന നിഷ്കളങ്കതയോട് കൂടിയിട്ടുള്ള അവലോകനങ്ങളുടെ ഫലമായിട്ടാണ് അന്നത്തെ മുദ്രാവാക്യ കവിതകൾ പോലും ഉണ്ടായത്. മുദ്രാവാക്യ കവിതകൾ തന്നെയായിരുന്നു. അതിനത്ര വലിയ കലാപരമായ മേന്മ ഉണ്ടായിരുന്നുവെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ഞാൻ അറിയുന്നു. അതിപ്പോൾ ഏതോ ഒരു നിരൂപകൻ അത് വെറും മുദ്രാവാക്യങ്ങളായിരുന്നുവെന്ന് നിരൂപണം എഴുതിയത് വായിച്ചിട്ടല്ല അതറിയുന്നത്. ഇന്ന് ശരിക്കും അതറിയാം. പക്ഷേ അത് കഴിഞ്ഞു, കൂടുതൽ വായിച്ചു, കൂടുതൽ മനസ്സിലാക്കി. ജീവിതം നാം കാണുന്നത് പോലെയുള്ള ഒന്നല്ല. അതിനപ്പുറത്ത് അതിൻ്റെ അടിയിൽ സമുദ്രം നാം കാണുന്ന കുറേ തിരകൾ മാത്രമല്ല, അതിനടിയിൽ പലതുമുണ്ട്. അതിൻ്റെ ഒരംശം മാത്രമാണ്, അതിൻ്റെ ആരോ പറഞ്ഞ പോലെ മഞ്ഞുകട്ടയുടെ ഒരംശം മാത്രമാണ്, അതിൻ്റെ ഒരു ടിപ്പ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിനടിയിൽ വളരെ വളരെ വലിയ വേറെ പലതുമുണ്ട്. തിമിംഗലങ്ങളുണ്ട്, പവിഴപ്പുറ്റുണ്ട്, മുത്തുകളുണ്ട്, മുത്തുച്ചിപ്പികളുണ്ട്, അതുതന്നെ ചെറിയ വളരെ നന്നായി പൊടിമീനുകളുണ്ട്, വളരെ വലിയ മത്സ്യങ്ങളുണ്ട്. വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ വിഴുങ്ങുക എന്ന് പറയുന്ന മത്സ്യനീതിയുണ്ട്. അതും ഈ കടലിൻ്റെ സംഭാവനയാണ് മത്സ്യനീതി എന്ന പ്രയോഗം തന്നെ. അപ്പോൾ ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ നേരിട്ട് കാണുന്നത് മാത്രമല്ല, അതിനപ്പുറത്ത് ചിലതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ചുഴിഞ്ഞ് വരുമ്പോഴാണ് ജീവിതത്തിനെ നമുക്ക് എപ്പോഴും ഒരു സാമൂഹിക വീക്ഷണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ, കാട് കാണുന്നതോടൊപ്പം തന്നെ മരവും കാണണം. ഓരോ മരവും കാണണം, മരത്തിൻ്റെ പ്രത്യേകത കാണണം. ചില മരങ്ങളിൽ ചാരി നിന്നാൽ മേല് ചൊറിയും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വേറൊരു മരത്തിൽ ചെന്ന് ആശ്ലേഷിച്ചാൽ ആ ചൊറിച്ചിൽ മാറും എന്നറിയണം. അതിൻ്റെ പേര് താന്നി എന്നാണ്, ഇതിൻ്റെ പേര് ഈ ചേറുമരം എന്നാണ്. അപ്പോൾ ജീവിതം, കാട്, മരം എന്നൊക്കെ പറയുമ്പോൾ അതിനെ പ്രത്യേകം വകതിരിച്ച് മനസ്സിലാക്കാൻ, അതാണ് വകതിരിവെന്ന് പറയുന്നത്, വകതിരിച്ച് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും കേവലമായ മുദ്രാവാക്യങ്ങളോ മനസ്സിൽ ഒരു അസംസ്കൃത രൂപത്തിൽ തോന്നിയ വിപ്ലവാഭിമുഖ്യമോ മാത്രമല്ലെന്നും ജീവിതത്തിന് വളരെയധികം ആഴമുണ്ടെന്നും ആ ആഴത്തിലേക്ക് തന്നാൽ കഴിയുന്നത് പോലെ ഇറങ്ങിച്ചെല്ലണമെന്നുമൊക്കെയുള്ള ഒരു പുതിയ ബോധം ഉണ്ടായത്. ആ ബോധത്തിൻ്റെ കാലത്താണ് ഞാൻ മയിൽപ്പീലിയും അഗ്നിശലഭങ്ങളും അക്ഷരവും കറുത്ത പക്ഷിയുടെ പാട്ടും ഒക്കെ എഴുതിയത്. പക്ഷേ എല്ലാത്തിനെയും അതിലളിതവൽക്കരിച്ച് കാണുന്ന ചില ആളുകളുണ്ട്. അവർ പറഞ്ഞു, അയാൾ ഇന്നലെ വളരെ വിപ്ലവത്തിന് വേണ്ടി വീരാട്ടഹാസങ്ങൾ മുഴക്കിയ കവി എല്ലാം കൈവിട്ടെറിഞ്ഞ് ഇപ്പോൾ സൗന്ദര്യപക്ഷത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. അവർ എന്താ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മളതിനകത്ത് ശോഭിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കുന്നു. ലോകചക്രവാളങ്ങൾ ലോകചക്രവാളങ്ങളിൽ ദൂരെ പോയിട്ട് പലതും കാണാൻ സാധിച്ചു. ആ സാധിച്ചത് ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസമായി ഞാൻ കരുതുന്നു. 1000 പുസ്തകം വായിക്കുന്നതിനേക്കാളും വലുതാണ് നമ്മൾ ഒരു 10-15 നാടുകളെങ്കിലും പുറമേ പോയി കാണുന്നത്. അങ്ങനെ നാടുകൾ കണ്ടു. അങ്ങനെ നാടുകൾ കണ്ടപ്പോൾ അവിടെയും ഒരു കാര്യം മനസ്സിലായി. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ആഫ്രിക്കൻ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഒരു കാപ്പിരി ഊന്നുന്ന ഒരു തോണിയിൽ അദ്ദേഹം നൈൽ നദിയിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെ നൈൽ നദിയിൽ ഏതോ ഒരു കടവിൽ നിന്ന് കയറി അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ ചുറ്റുപാടും അതിഗഹനമായ കാടുകളാണ്. ഭയം തോന്നുന്ന കാടുകൾ. അദ്ദേഹത്തിന് തന്നെ വാസ്തവത്തിൽ ഭയം തോന്നി. ഈ കാപ്പിരി എങ്ങനെയാണ് തല്ലിക്കൊന്ന് കളഞ്ഞിട്ട് കയ്യിലുള്ള പൈസ എടുക്കുമോ എന്നൊക്കെയുള്ള ഭയമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാപ്പിരി അപ്പോൾ ഒരു പാട്ട് പാടി. ആ പാട്ട് അദ്ദേഹം അക്ഷരത്തെറ്റുകളോടുകൂടിയാണെങ്കിലും ഏതോ ഒരു ആഫ്രിക്കൻ ഭാഷയിലെ ആ പാട്ട് അദ്ദേഹം എങ്ങനെയോ അപ്പോൾ തന്നെ ഡയറിയിൽ എഴുതി വെച്ച്, അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സഞ്ചരിക്കുന്ന സഞ്ചാരിയായിരുന്നു, എഴുതി വെച്ചത് പാടി കേൾപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ. അദ്ദേഹം ആ കാപ്പിരിയോട് ചോദിച്ചു, പിന്നെ പലരോടും ചോദിച്ചു, എൻ്റെ അർത്ഥം മനസ്സിലാക്കി. അർത്ഥം ഇതായിരുന്നു, അല്ലയോ നൈൽ നദി, ഈ കാടുകൾ കണ്ട്, ഈ ഇരുട്ട് കണ്ട് ഭയക്കണ്ട, പോകൂ. ഇനി നീ ചെല്ലുന്ന കടവിലും അവിടെ മനുഷ്യരുണ്ട്, ജീവിതമുണ്ട്, വിതയും കൊയ്ത്തുപാട്ടും ആഹ്ലാദങ്ങളുമുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഇരുട്ട് കണ്ടിട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, എടുത്ത് നൈൽ നദിയിലോട്ട് ചാടേണ്ട കാര്യമില്ല.
ഇനിയും ഇത് ചെല്ലുന്നു. അവിടെ മനുഷ്യരും ജീവിതവും വിതയും കൊയ്ത്തും പാട്ടും ഉത്സവങ്ങളും ഉണ്ട്. അവിടെയും ആഘോഷങ്ങളുണ്ട്, സെലിബ്രേഷൻസ് ഉണ്ട്. അവിടെ മനുഷ്യർ ജീവിതത്തെ ആഘോഷിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എന്നതുപോലെ ഇന്ന് നാം കാണുന്ന എല്ലാ ദുഃഖകരമായ അവസ്ഥയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അൽഷൈമേഴ്സ് പിടിച്ച ഒരു പുതിയ തലമുറ വന്ന് ഈ ഇന്ത്യക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയെന്നോ, അല്ലെങ്കിൽ ഈ മഹാത്മാഗാന്ധി തന്നെ വെറും ഒരു കല്ലുപ്പ് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ആയുധമാക്കിയത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കാതെ എവിടെയോ കണ്ട് ഈ വലിയ വലിയ ടവേഴ്സ് കിട്ടുന്നതും വലിയ വലിയ എടുപ്പുകൾ കിട്ടുന്നതും വലിയ വലിയ സാങ്കേതിക വിദ്യകൾ അഭ്യസിച്ച് അമേരിക്കയിലേക്ക് പറക്കുന്നതുമാണ് ജീവിത പുരോഗതി എന്നൊക്കെ തെറ്റിദ്ധരിച്ച് പോകുമ്പോഴും അതൊരു ഇരുട്ടിലേക്ക് നമ്മൾ വീഴുകയാണ്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും നമ്മുടെ ഈ രാജ്യത്തെ, അതിൻ്റെ പൈതൃകത്തെ അത് വീണ്ടെടുക്കാമെന്ന് ഞാൻ പറയില്ല. അതിൻ്റെ പൈതൃകം മനസ്സിലാക്കിയിട്ട് അതിന് അനുസൃതമായിട്ടുള്ള ഒരു വളർച്ചയുടെ പുതിയ വഴികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നും ആ പോക്കിൽ കവിക്കും അണ്ണാൻ കുഞ്ഞിനും തന്നാലായതുപോലെ എന്ന മട്ടിൽ ചിലത് ചെയ്യാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.